Exercise 3-2. Find the product ആണ്. To find the product of decimal numbers, first multiply them as if they were whole numbers, ignoring the decimal points. Then count the total number of decimal places in both numbers being multiplied and put the decimal point starting from the rightmost place of the product. അതായത് നമുക്ക് ഒരു ഡെസിമൽ നമ്പറിനെ വേറൊരു ഡെസിമൽ നമ്പറിനോണ്ടോ ഓൾ നമ്പർ കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പോയിൻ്റ് അങ്ങ് മറന്നേക്കുക. എന്നിട്ട് അതിനെ ഓൾ നമ്പറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 0.3 ഇൻറ്റു 6നെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 ഇൻറ്റു 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും അല്ലേ? 3 ഇൻറ്റു 6 18. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് നോക്കുക. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡെസിമൽ പ്ലേസസിൻ്റെ നമ്പർ നോക്കുക. ഇവിടെ ഫസ്റ്റ് നമ്പറിന് മാത്രമേ ഡെസിമൽ പ്ലേസസ് ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരെണ്ണമാണുള്ളത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറി ഒരു ഡിജിറ്റ് മാറിയിട്ട് നമ്മൾ ആ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പം 3 ഇൻറ്റു 6 18 എന്ന് എഴുതിയിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഡിജിറ്റ് മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടുക. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് 4 ഇൻറ്റു 7, അതായത് 4 ഇൻറ്റു 7 28 ആണെന്ന് നമുക്കറിയാം. 0.4 എന്നാണ് ഒരു ഡിജിറ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2.8 എന്നായിട്ട് നമ്മൾ എഴുതുക. 28നെ എങ്ങനെ എഴുതും? 8 റൈറ്റ് മോസ്റ്റ് ഡിജിറ്റാണ്. 8 കഴിഞ്ഞിട്ട് ലെഫ്റ്റിലായിട്ട് നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പം 2.8. അടുത്ത നമ്പർ ഏതാണ്? 8.4 ഇൻറ്റു 3. 84നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 252 കിട്ടും. റൈറ്റ് മോസ്റ്റ് പ്ലേസിൽ നിന്ന് ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പം 25.2 എന്ന് കിട്ടും. നെക്സ്റ്റ് 5 ഇൻറ്റു 2.7. 27 ഇൻറ്റു 5 എത്രയാണെന്ന് നോക്കുക. 135 കിട്ടും. ഒരു ഡിജിറ്റ് മാറ്റി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഡിജിറ്റ് മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അടുത്ത 3.15 ഇൻറ്റു 3. 315 ഇൻറ്റു 3 എത്രയാ? 945. ഇവിടെ നോക്കൂ, ഇത്രയും നേരവും നമ്മൾ ചെയ്തതിലെല്ലാ പ്രോബ്ലത്തിലും ഒരു ഡിജിറ്റേ ഉള്ളായിരുന്നു. ഇവിടെ 2 ഡിജിറ്റാണ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. 945 എങ്ങനെ വരും? 9.45 എന്നായിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ 4 ഇൻറ്റു 1.44. 144 ഇൻറ്റു 4 എത്ര കിട്ടും നമുക്ക്? 576 എന്ന് കിട്ടും. 1 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് മാറ്റി 2 പ്ലേസസ് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ 5.76 എന്ന് വരും. അടുത്തത് 0.06 ഇൻറ്റു 6 എന്നാണ്. 6 ഇൻറ്റു 6 എത്രയാണ്? 36 ആണ്. ഇവിടെ 0.06 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ടല്ലേ? അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറി നമ്മൾ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.36 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.77 ഇൻറ്റു 7, അതായത് 77 ഇൻറ്റു 7 എത്രയാണ്? 539 എന്ന് നമുക്ക് കിട്ടും. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്തത് 11.34 ഇൻറ്റു 2. 1134 ഇൻറ്റു 2 2268 എന്ന് നമുക്ക് കിട്ടും. 2 ഡിജിറ്റ്സ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് മാറ്റിയിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്തത് 101.27 ഇൻറ്റു 3 ആണ്. നമുക്ക് എത്ര കിട്ടും? 30,381 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പറിൽ 0.27 2 ഡിജിറ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽസ് ബൈ 10, 100 ആൻഡ് 1000 ആണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് കാണാനായിട്ടാണ് നമ്മൾ
ഒരു ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഡെസിമൽ പോയിന്റ് ഒരു പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2.4 ഇൻറ്റു 10 ആണെങ്കിൽ 2.4-ൽ 2 കഴിഞ്ഞിട്ടല്ലേ ഡെസിമൽ പോയിന്റ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡെസിമൽ പോയിന്റ് എടുത്തിട്ട് 4 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം 2.4 ഇൻറ്റു 10 എത്ര വരും? 24.0 എന്നാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0 മാത്രമായിട്ട് കിടക്കുമ്പോൾ അതിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 24 എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പം 2.4 ഇൻറ്റു 10 24 എന്ന് കിട്ടും. ഇനി അടുത്ത നമ്പർ നോക്കാം. 2.45 ഇൻറ്റു 10 നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു ഡെസിമൽ പോയിന്റ് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലേക്ക് 1 പ്ലേസ്. 2.45-ൽ എന്താവുക ആൻസർ? 2 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വരുന്നത്. അപ്പം അടുത്ത പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം 1 പ്ലേസ്. അപ്പം 24.5 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എത്രയാണ്? 2.456 ഇൻറ്റു 10 അപ്പോഴും എത്ര കിട്ടും? 24.56. അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലേസ് മാത്രമേ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ പോയിന്റ് ഇടുന്നുള്ളൂ. 10 വന്നാൽ ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുക. അടുത്തത് 24.5 ഇൻറ്റു 10 ആണെങ്കിൽ എത്ര വരും? ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്താൽ 245 എന്ന് വരും. 24.56 ഇൻറ്റു 10 ആണെങ്കിലോ 245.6 എന്ന് വരും. അതായത് ഡെസിമൽ പോയിന്റ് ഈസ് ഷിഫ്റ്റഡ് 1 പ്ലേസ് ടു ദ റൈറ്റ്. നെക്സ്റ്റ് 245.6 ആണല്ലോ, 1 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തു, 2456 എന്ന് ആൻസർ വരും. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് 3.72 ഇൻറ്റു 100 ആണ് അല്ലേ. അതായത് വെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 100 ആണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഈസ് ഷിഫ്റ്റഡ് 2 പ്ലേസസ് ആണ് റൈറ്റിലേക്ക്. ഡെസിമൽ പോയിന്റ് എത്ര പ്ലേസ് മാറ്റണം? 2 പ്ലേസ് മാറ്റണം. 10-ൽ എത്ര 0 ഉണ്ടായിരുന്നു? ഒരു 0 അല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. 0യുടെ നമ്പർ നോക്കിയാൽ മതി. ഒരു 0 ഉള്ളെങ്കിൽ ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുക. 2 0 ഉണ്ടെങ്കിൽ 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുക. 3.72 ഇൻറ്റു 100 എത്രയായിട്ട് വരും? 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 372 വരും അല്ലേ. അടുത്തത് 37.2 ഇൻറ്റു 100 ആണ്. നമുക്കറിയാം 37.2 എന്ന് പറയുന്ന ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസേ ഉള്ളൂ. പക്ഷേ നമുക്ക് എത്ര ഷിഫ്റ്റ് ചെയ്യണം? 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. അതായത് 100 ആയതുകൊണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 0 കൂടെ എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 37.2 ഇൻറ്റു 100 എത്രയാകും? 3720 എന്ന് വരും. അടുത്തത് 0.37 ഇൻറ്റു 100 എളുപ്പമാണല്ലോ അല്ലേ. അതായത് 0 പോയിന്റ് എന്നുള്ളത് 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എത്രയാകും? 37 എന്നാകും. നെക്സ്റ്റ് 0.372 ഇൻറ്റു 100 എന്താകും? ഡെസിമൽ പോയിന്റ് 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്തു, 37.2 എന്നായിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ് 0.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്ര പ്ലേസ് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഒരു പ്ലേസ് ആണ്. അപ്പോൾ 0.5-ൻ്റെ ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എത്രയാകും? 0.5 എന്ന് വരും. ഫ്രണ്ടിലെ 0യ്ക്ക് വാല്യൂ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? 5 എന്ന് എഴുതും. നെക്സ്റ്റ് 0.512 ഇൻറ്റു 100 എന്ത് ചെയ്താൽ മതി? 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്താൽ മതി. 51.2 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് 0.512 ഇൻറ്റു 1000 ആകുമ്പം ഇതിൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കി. 3 സീറോസ് ഉള്ളത് കൊണ്ട് 3 പ്ലേസസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലേക്ക്. അപ്പം 0.512 ഇൻറ്റു 1000 എത്രയാകും? 512 എന്നാകും. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം 0.512 ഇൻറ്റു 1000 എത്രയും 512 എന്ന് കിട്ടും. നെക്സ്റ്റ് 5.12 ഇൻറ്റു 1000 ആണെങ്കിലോ, അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റേ ഉള്ളൂ അല്ലേ. നമുക്കിവിടെ 3 സീറോസ് ആണ്. അപ്പം 3 പ്ലേസസ് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 5.12 512 എന്ന് എഴുതിയിട്ട് ഒരു 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് 3 പ്ലേസസ് ആണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 13.72 ഇൻറ്റു ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പം 137.2 കിട്ടി. എന്താ നമ്മൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു പ്ലേസ് ഷിഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. 13.72 എന്നുള്ളതിൽ 137, അതായത് 1 പ്ലേസ് ഷിഫ്റ്റ് ആയതെങ്കിൽ ഏത് നമ്പർ കൊണ്ടായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക? 10 കൊണ്ടായിരിക്കണം അല്ലേ.
നെക്സ്റ്റ് 1.372 ഇൻറ്റു ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 13 പോയിൻറ്റ് 1 പ്ലേസ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഏതായിരിക്കും ആ 1 പ്ലേസ് ആണെങ്കിൽ എത്ര കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 10 കൊണ്ടായിരിക്കണം അല്ലേ. നെക്സ്റ്റ് 0.137 ഇൻറ്റു നമ്പർ ഈസ് ഈക്വൽ ടു 1.37. 1 പ്ലേസ് ഷിഫ്റ്റ് ആയാൽ ഏതാണ്? 10 ആണ് വരിക. 137.2 ഇൻറ്റു ഏതോ ഒരു നമ്പർ എത്ര കിട്ടും? 13720 എന്ന് ഇട്ടിട്ടുണ്ട്. അതായത് 137.2 ഈ 2 ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ 10 ആണ്. പക്ഷെ ഒരു സീറോയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് 2 ഡിജിറ്റ് ആണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. നമ്മൾ ആൻസർ എങ്ങനെ എഴുതും? 13720 കിട്ടണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് 13.72 ഇൻറ്റു അതായത് 72 ഫുള്ളി എന്തായി? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും കിട്ടുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് 0.137 ഇൻറ്റു ഫുള്ളി 137 കിട്ടണമെങ്കിൽ എത്ര ആയിരിക്കണം? 3 ഡിജിറ്റ് ആണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് 0.0137 ഇൻറ്റു 2 ഡിജിറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, 0യും 1ഉം. അപ്പോൾ എത്ര ആയിരിക്കണം? 100 അല്ലേ. 1.37 എന്ന് കിട്ടും. 0.0137 ഇൻറ്റു എത്ര? ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി? 13.7. എത്ര ഡിജിറ്റ് ആണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്? 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത പ്രോഡക്റ്റ് കാണാനാണ്. നമുക്കറിയാം നമ്മൾ ആദ്യം എന്താണ്? ഒരു സൈഡിൽ 2 നമ്പേഴ്സിൽ ഒരു നമ്പറിന് മാത്രം ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് മറ്റേ നമ്പറിന് ഹോൾ നമ്പറുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യത്തെ ഇതിൽ ചെയ്തത്. ഇവിടെ 2 നമ്പറിലും ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണാനായിട്ട് ആദ്യം ഓൾ നമ്പറായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതെങ്ങനെ ചെയ്യും? 34 ഇൻറ്റു 2 എന്ന് വേണം അത് എഴുതാൻ. അപ്പോൾ 68 എന്ന് കിട്ടും. ഇനി നോക്കണം 2 നമ്പറിലും കൂടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അതായത് ബോത്ത് നമ്പേഴ്സിലും കൂടെ എത്രയാണ്? 3.4-നകത്ത് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്, 0.2-നകത്തും ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പം 1 + 1 എത്രയായി? 2 ഡെസിമൽ പോയിന്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പോയിന്റ് പ്രോഡക്റ്റിൻ്റെ റൈറ്റ് മോസ്റ്റ് പ്ലേസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി ഇടണം. അപ്പോൾ എത്ര ഡെസിമൽ പോയിന്റ് മാറ്റണം? 2 എണ്ണം മാറ്റണം. കാരണം 3.4-ലൊന്നുണ്ട്, 0.2-ലൊന്നുണ്ട്. അങ്ങനെ 1 + 1 2 ആയി ലെഫ്റ്റിലേക്ക് മാറ്റി എത്രയാണ്? 2 ഡിജിറ്റ് മാറ്റി ഇടുമ്പം 0.68 എന്ന് വരും. അടുത്തത് 0.5 ഇൻറ്റു 1.23 ആണ്. 123 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യണം. 615 എന്ന് കിട്ടും നമുക്ക് അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് മാറ്റണം? 0.5-ൽ ഒരെണ്ണം ഉണ്ട്, 1.23-ൽ 2 എണ്ണം ഉണ്ട്. അപ്പം 1 + 2 എത്രയായി? 3 ആണ്. 3 പ്ലേസസ് മാറ്റണം. എവിടെ നിന്നാണ് മാറ്റേണ്ടത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പം 615 എത്രയാവും? 0.615 എന്നാവും. നെക്സ്റ്റ് 0.23 ഇൻറ്റു 0.12. 23-യെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 276 എന്ന് കിട്ടും. പക്ഷേ എത്ര ഡിജിറ്റ് മാറ്റിയാണ് ഡെസിമൽ പോയിന്റ് ഇടേണ്ടത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 4 ഡിജിറ്റ് വരും. അതായത് 0.23-ക്ക് 2 ഡിജിറ്റ് ഉണ്ട്, 0.12-ന് പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയുണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അങ്ങനെ 2 4 ഡിജിറ്റ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 276-ൽ 3 നമ്പേഴ്സേ ഉള്ളൂ. പക്ഷെ നമുക്ക് 3 നമ്പേഴ്സ് പോരാ, 4 നമ്പേഴ്സ് മാറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് മുന്നിൽ ഒരു 0 ഇട്ട് കൊടുത്തു. അങ്ങനെ 4 ഡിജിറ്റ് ആക്കി. 0.0276 എന്ന് കിട്ടും. അടുത്ത 0.7 ഇൻറ്റു 0.07 ആണ്. 7 7s are 49 നമുക്കറിയാം. പക്ഷേ നമ്മൾക്ക് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് ഇവിടെ? 0.7-ലൊന്നും 0.07-ൽ 2. അങ്ങനെ 3 ഡെസിമൽ പ്ലേസസ് ഉള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസസ് മാറ്റി നമുക്ക് ഡെസിമൽ പോയിന്റ് ഇടണം. അതുകൊണ്ട് 49-ന് മുന്നേ നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ റൈറ്റിലാണ് 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താണ്? ലെഫ്റ്റിലാണ് 0 ഇട്ട് കൊടുക്കേണ്ടത്. തെറ്റിപ്പോകരുത് രണ്ടും തമ്മിൽ. അടുത്തത് 0.12 ഇൻറ്റു 0.47. എന്ത് ചെയ്താൽ മതി? 47-ഉം 12-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 564 കിട്ടും. 2 + 2 4 ഡിജിറ്റ് ഉണ്ട് ഡെസിമൽ പോയിന്റ് ഇടാനായിട്ട്. അപ്പം 564-ന് മുന്നേ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് 0.0564 എന്ന് നമ്മൾ എഴുതണം. അടുത്ത 2.03 ഇൻറ്റു 1.15. എന്ത് ചെയ്താൽ മതി? 203-യെ 115 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം
2000 ആണോ? 23,345 എന്ന് കിട്ടും. എത്ര ഡിജിറ്റ് മാറ്റി ഡോട്ട് ഇടണം, പോയിന്റ് ഇടണം? 2.03 രണ്ടെണ്ണം ഉണ്ട്, 1.15 രണ്ട് ഡിജിറ്റ് ഉണ്ട്. 2 + 2 4. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 4 പ്ലേസ് മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2.3345 എന്ന് വരും. നെക്സ്റ്റ് ഈസ് 0.09 × 1.19. അതായത് 119 × 9 എത്ര കിട്ടും? 1071 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 4 ഡിജിറ്റ് മാറ്റി 4 പ്ലേസസ് മാറ്റണം. 0.09 രണ്ടും 1.19 രണ്ടിൻ്റെ 2 + 2 4. കൗണ്ട് ചെയ്യണം ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് രണ്ട് നമ്പേഴ്സിലും കൂടെ. മൾട്ടിപ്ലൈ ചെയ്യേണ്ട രണ്ട് നമ്പേഴ്സിലും കൂടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത് ആഡ് ചെയ്തിട്ട് അത്രയും നമ്പേഴ്സ് എന്ത് ചെയ്യണം? പ്രോഡക്റ്റിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റണം. എന്നിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അടുത്തത് 20.02 × 2.02. എന്ത് ചെയ്താൽ മതി? 2002 × 202 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര ഡിജിറ്റ് മാറ്റണം? 2 + 2 4 ഡിജിറ്റ് മാറ്റി ഡോട്ട് ഇടണം. അടുത്ത 200.2 × 200.2 എന്ത് ചെയ്താൽ മതി? 2002 × 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ഡിജിറ്റ് മാറ്റണം? ആദ്യത്തെ നമ്പറിൽ 1 ഡിജിറ്റ്, അടുത്ത നമ്പറിൽ 2 ഡിജിറ്റ്, 1 ഡിജിറ്റ്. അപ്പം 1 + 1 എത്രയായി? 2 ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് പോയിന്റ് 202 × 220.1 എന്നാണ്. അതായത് 2201 × 202 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എത്രയാണ്? ആദ്യം 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. രണ്ടാമത്തതിൽ 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പം 3 + 1 എത്രയാണ്? 4 ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ എന്ത് ചെയ്യണം? 4 ഡിജിറ്റ് മാറ്റിയിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വേർഡ് പ്രോബ്ലമാണ്. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 9.2 cm ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 6 cm. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. നമുക്കറിയാം റെക്ടാംഗിളിൻ്റെ ഏരിയ കാണാനല്ലേ? റെക്ടാംഗിളിൻ്റെ ഏരിയ കാണാൻ എങ്ങനെയാണ് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടില്ലേ? റെക്ടാംഗിളിൻ്റെ ലെങ്ത് 9.2 cm ആണെന്നും ബ്രെഡ്ത്ത് 6 cm ആണെന്നും തന്നിട്ടുണ്ട്. നേരെ നമ്മൾ ഏരിയ കാണാം. 9.2 cm × 6 cm. അതായത് 92 × 6 എത്ര കിട്ടുമെന്ന് നോക്കുക. 552 കിട്ടും അല്ലേ? ഇവിടെ 1 ഡിജിറ്റ് 9.2 മാത്രമേ ഡെസിമൽ പോയിന്റ് ഉള്ളൂ, 1 ഡിജിറ്റേ ഉള്ളൂ. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി എങ്ങനെ വരും ആൻസർ? ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 55.2 cm². അതായത് ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് cm² എന്ന് എഴുതുക. അടുത്തത് The length of one side of a regular pentagon is 14.7 cm. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കാണാനാണ് പറയുന്നത്. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട് അല്ലേ? 5 സൈഡ്സ് ഉണ്ട് പെൻറ്റഗണിന്. അതിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 14.7 cm. റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് പെരിമീറ്റർ കാണുന്നത്. എന്താ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? ഏതൊരു ഷേപ്പിൻ്റെയും പെരിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? ഇവിടെ എന്ത് റെഗുലർ ആയതുകൊണ്ട് എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡ് ഇൻറ്റു 1 സൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പെരിമീറ്റർ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുന്നത് പെൻറ്റഗൺ 5 സൈഡ്സ് ആണ്. റെഗുലർ പെൻറ്റഗൺ ആയതുകൊണ്ട് 5 × ലെങ്ത് ഓഫ് 1 സൈഡ്. 5 × എത്ര വരും? 14.7 cm. അതായത് 147 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. 735 കിട്ടും. 1 ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക. പെരിമീറ്റർ ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയർ വരില്ല, സെൻറ്റിമീറ്റർ തന്നെയാണ്. കാരണം അതിൻ്റെ മെഷർമെൻറ്റ് ലെങ്ത് ആണ്, ടോട്ടൽ ലെങ്ത് ആണ്. അതുകൊണ്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ്, എ ബാഗ് ഹാസ് 10 kilo of potatoes. If the cost of 1 kilogram of potatoes is ₹16.75, then find the cost of 1 bag of potatoes. ഒരു ബാഗിൽ 10 കിലോ പൊട്ടറ്റോ ഉണ്ട്. 1 കിലോ പൊട്ടറ്റോയ്ക്ക് എത്രയാണ്? ₹16.75 ആണെങ്കിൽ ഒരു ബാഗ് പൊട്ടറ്റോയുടെ കോസ്റ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ അല്ലേ? 1 ബാഗ് ഹാസ് 10 kilogram ഓഫ് പൊട്ടറ്റോസ് ഉണ്ട്. അപ്പം 1 കിലോ പൊട്ടറ്റോയ്ക്ക് എത്രയാണ്? 16.75 ആണ്. അപ്പം 10 കിലോയ്ക്ക് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് 1 ബാഗ് ഓഫ് പൊട്ടറ്റോസ്. 1 ബാഗ് എന്ന് പറഞ്ഞാൽ 10 കിലോ ആയതുകൊണ്ട് 1 ബാഗിന് പകരം 1ന് പകരം അവിടെ എന്ത് കൊടുക്കണം? 10 കിലോ × 16.75 പെർ കിലോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം.
എന്ത് ചെയ്താൽ മതി? 1 ഡിജിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 10 ആയതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 167.5 റുപ്പീസ് എന്ന് കോസ്റ്റ് കിട്ടും. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് എ വാട്ടർ ബോട്ടിൽ ഈസ് റുപ്പീസ് 32.75. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 ഡസൻ ബോട്ടിൽ, രണ്ടാമത് 100 ബോട്ടിൽസ്. അപ്പം ചെയ്യാൻ എളുപ്പമുണ്ടല്ലേ. 1 ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ബോട്ടിലാണ്. അപ്പം 1 ഡസൻ ബോട്ടിലിൻ്റെ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? കോസ്റ്റ് ഓഫ് 1 ഡസൻ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 1 ബോട്ടിലിൻ്റെ പ്രൈസ് റുപ്പീസ് 32.75. അതായത് 3275 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. നമുക്ക് എത്ര കിട്ടും? റുപ്പീസ് 393 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? 100 ബോട്ടിൽസ് ആണ്. 1 ബോട്ടിലിൻ്റെ പ്രൈസ് നമുക്കുണ്ട്. 100 ബോട്ടിൽ എന്ത് ചെയ്താൽ മതി? 100 ഇൻറ്റു റുപ്പീസ് 32.75 എന്ത് ചെയ്യണം? 2 പ്ലേസസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം. അപ്പം എത്ര കിട്ടും? റുപ്പീസ് 3275 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 0.025 കിലോഗ്രാം ഷുഗർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് 1 ബർഫി. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ റിക്വയർഡ് ടു മേക്ക് 24 സച്ച് ബർഫീസ്. അടുത്തത് 100 സച്ച് ബർഫീസ്. അപ്പം എന്ത് നമ്മളിവിടെ കാണേണ്ടത്? ഷുഗർ റിക്വയർഡ് ഫോർ ബർഫീസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 24 സച്ച് ബർഫീസ് എന്നാണ്. ഒരു ബർഫിക്ക് 0.025 kg വേണം ഷുഗർ. അങ്ങനെയാണ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ റിക്വയർഡ് ഫോർ 24 ബർഫീസ് എത്രയായിരിക്കും? 24 ഇൻറ്റു 0.025. 24 ഇൻറ്റു 25 600 ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 0.025 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം 3 മാറുമ്പോൾ എത്ര കിട്ടും? 600ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസസ് പോകുമ്പോൾ 0.6 എന്നുണ്ട്. 0.6 കിലോ ഷുഗറാണ് വേണ്ടത്. അടുത്ത 100 സച്ച് ബർഫീസ് ആണ്. എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 ഇൻറ്റു 0.25 എത്ര വരും? അതായത് 2 ഡിജിറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറ്റണം. അതായത് 100, 10, 1000 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പ്ലേസ്. അല്ലാതുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്രോഡക്റ്റ് കിട്ടുന്നതിൽ നിന്ന് കൗണ്ട് ചെയ്യണം. നമ്മൾ എത്ര ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ടെന്ന്, ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ 100 ഇൻറ്റു 0.25 എത്രയായിരിക്കും? 2.5 കിലോഗ്രാം ആയിരിക്കും. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് മൈദ ഈസ് റുപ്പീസ് 27.75. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 5.5 കിലോ ഓഫ് മൈദ. അതായത് 1 കിലോ മൈദയ്ക്ക് എത്രയായി? 27.75 ഉണ്ട്. അങ്ങനെയാണ് 5.5 കിലോ. എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് മൈദ അറിയാം. 5.5 കിലോയ്ക്ക് ആണെങ്കിൽ 5.5 ഇൻറ്റു റുപ്പീസ് 27.75 കാണുക. അതായത് 2775നെ 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യുക? 5.5ൽ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. 27.75ൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പം 1 + 2 3 പ്ലേസസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി ഡെസിമൽ പോയിന്റ് ഇടുക. അപ്പം 152.625 റുപ്പീസ് എന്നാണ് കിട്ടുക. നെക്സ്റ്റ്, മിസ്റ്റർ ശർമ്മ ആൻഡ് ഹിസ് വൈഫ് ആർ സീനിയർ സിറ്റിസൺസ്. ദേ സ്വിച്ച് ഓഫ് ഓൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ ദെയർ ഹൗസ് ഫോർ ആൻ അവർ. ദാറ്റ് ഈസ് 4:30 PM to 5:30 PM. 1 അവർ അവരെന്ത് ചെയ്യും? എല്ലാ ഇലക്ട്രിക്കലായിട്ടുള്ള അപ്ലയൻസസും എവറി ഡേ സ്വിച്ച് ഓഫ് ചെയ്യും ഡെയിലി. ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദെയർ നെയ്ബേഴ്സ് ഇൻ എ പാർക്ക് ഇൻ ദെയർ ലൊക്കാലിറ്റി. അവരുടെ ആ പ്ലേസിലുള്ള ലൊക്കാലിറ്റിയിലുള്ള അവരുടെ അയൽക്കാരുമായിട്ട് പാർക്കിൽ അവർ ആ സമയം സ്പെൻഡ് ചെയ്യും. ദേ സേവ് ആൻ ആവറേജ് ഓഫ് 1.5 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി പെർ ഡേ. ഒരു ദിവസം എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി 1 മണിക്കൂർ സേവ് ചെയ്യും? 1 മണിക്കൂർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കിട്ടും 1.5 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി സേവ് ആവുന്നുണ്ട്. ദ എമൗണ്ട് വൺ ഹാസ് ടു പേ പെർ യൂണിറ്റ് ആസ് ഇലക്ട്രിസിറ്റി ബിൽ ഈസ് റുപ്പീസ് 3.75. അതായത് 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് എത്ര രൂപ കൊടുക്കണം? റുപ്പീസ് 3.75 നമ്മൾ പേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എമൗണ്ട് മിസ്റ്റർ ശർമ്മ സേവ്സ് എവറി മന്ത്. എല്ലാ മാസവും മിസ്റ്റർ ശർമ്മ എത്ര സേവ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇത് എമൗണ്ട് വൺ ഹാസ് ടു പേ പെർ യൂണിറ്റ് ആസ് ഇലക്ട്രിസിറ്റി ബിൽ എത്രയാണ്? 1 യൂണിറ്റ് റുപ്പീസ് 3.75. അപ്പോൾ എത്ര യൂണിറ്റാണ് സേവ് ചെയ്യുന്നത് ഒരു ദിവസം?
ആവറേജ് ഇലക്ട്രിസിറ്റി സേവ്ഡ് പെർ ഡേ എത്രയാണ്? 1.5 യൂണിറ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എമൗണ്ട് മിസ്റ്റർ ശർമ്മ സർവ്സ് പെർ ഡേ എത്രയായിരിക്കും? 1.5 ഇൻറ്റു ദാറ്റ് എമൗണ്ട് അല്ലേ, 3.75 പെർ യൂണിറ്റ് ആണ്. അതായത് 15 ഇൻറ്റു 375 ഇൻറ്റു 15 നോക്കുക. എന്നിട്ട് എത്ര ഡിജിറ്റ് മാറ്റണം? 1.5-നകത്ത് 1, 3.75-നകത്ത് 2. ഇവിടെ ആ 1 ഇല്ല കേട്ടോ. അപ്പം 1.5 ഇൻറ്റു 3.75 എത്രയായിട്ടും 5.625 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അത്രയും യൂണിറ്റ്സ്, അത്രയും എമൗണ്ട് ആണ് കിട്ടുന്നത്, റുപ്പീസാണ് കിട്ടുന്നത്. 5.625 കഴിഞ്ഞിട്ട് 1 ഇല്ല, 5.625 വരെയുള്ള. അങ്ങനെയാണെങ്കിൽ മന്ത്ലി എത്രയായിരിക്കും? 5.625 റുപ്പീസ് പെർ ഡേ ഇൻറ്റു ഒരു ഡേയിലല്ലേ എത്രയും, അപ്പം ഇൻറ്റു 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 168.75 റുപ്പീസ് എന്ന് കിട്ടും. നിങ്ങൾക്ക് എക്സസൈസ് 3.2 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.